ഹായ് മക്കളെ, നമസ്കാരം. നിങ്ങൾ കാത്തിരുന്ന 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ആ 6 ചോദ്യങ്ങളുമായിട്ടാണ് മാഷ് വന്നിരിക്കുന്നത്. നോക്കിക്കൊള്ളുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ തരില്ല. ഉത്തരങ്ങൾ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യും പറയുന്നതാണ്. അതിനു മുന്നേ നിങ്ങൾ തന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യും എഫക്റ്റീവായി ഈ സാധനം നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. ഓർമ്മയിൽ വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ പ്രാർത്ഥിക്കാം മഴക, നമുക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും മഴ കിട്ടാൻ. ഈ വരികൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കേവലം സ്വാർത്ഥതാപരമായ താല്പര്യത്തിൽ നിന്ന് മാറി ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാട് ഈ 2 മത്സ്യങ്ങളിലെ ഒരു മീൻ എന്ത് ചെയ്യുന്നു മുന്നോട്ട് വെക്കുന്നു. ഇത് തന്നെയാണ് മനുഷ്യന് പ്രകൃതി നൽകുന്ന ഒരു പാഠവും. അതിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ ഉത്തരം എന്ത് ചെയ്യും പൂർത്തിയാവും. നോക്കുക, യാത്രയിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് മത്സ്യങ്ങൾ അഭിമുഖീകരിച്ചത്. മുട്ടയിടാൻ വേണ്ടിയിട്ട്, അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ശൂലാപ്പുകാവിലേക്കുള്ള യാത്രയിൽ അവർക്ക് എന്തെല്ലാം പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്. ഓരോന്നായിട്ട് എഴുതി വെച്ചേക്കുക, സെറ്റായിരിക്കും. ഓക്കെ, അർത്ഥമെത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, 10 കിട്ടിയിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. ആരുടെ വരികളാണ്? പൂന്താനത്തിൻ്റെ വരികളാണ്, ജ്ഞാനപ്പാണിയിലെ വരികളാണ്. സമാന ആശയമുള്ള വരികൾ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗത്തു നിന്ന് കണ്ടെത്തുക. ഇതിനോട് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ആശയം നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ കവിതക്കകത്ത് പറയുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതേതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക, ഉത്തരം എഴുതിക്കൊള്ളുക. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ കാവ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ ഇന്ന് എത്രത്തോളം പ്രസക്തമാണ്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗത്തിനകത്തുള്ള ആശയം എന്താണെന്ന് നമുക്കറിയണം. പണമുണ്ടാക്കാൻ വേണ്ടി പല മാർഗങ്ങൾ സ്വീകരിക്കുന്ന പല മനുഷ്യരെ കുറിച്ചാണ് ആര് സൂചിപ്പിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാർ സൂചിപ്പിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിലും ഉണ്ടോ? അവിടെ ഉത്തരം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഇന്നത്തെ ലൈവ് ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുക നമുക്ക് കാണാം. തേൻകനി പാഠഭാഗത്തിലെ ഭദ്രൻ എന്ന കഥാപാത്രത്തിന് നിരൂപണം തയ്യാറാക്കുക. ഭദ്രൻ എന്ന കഥാപാത്രം കുട്ടികളുടെ കഥാപാത്രമാണ്. അപ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ, അതിൽ നിന്ന് സൗഹൃദത്തിന് ഭദ്രൻ കൊടുക്കുന്ന പരിഗണന, കൂട്ടുകാർക്ക് അപകടം വരുന്ന സമയത്ത് ഭദ്രൻ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത്, ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ ഭദ്രൻ എന്ന കഥാപാത്രത്തിന് നിരൂപണം തയ്യാറായി കഴിഞ്ഞു. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികൾക്ക് തേന്മാവ് കാണിച്ചു കൊടുക്കുകയേ ആവൂ. തേൻകനി പറിച്ച് കഴുകി ചെത്തിപ്പൂളി തിന്നാൻ പാകത്തിന് ഒരിക്കലും കൊടുക്കരുത്. ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്താണ്? തേന്മാവ്, തേൻകനി വിയർപ്പിൻ്റെ കനിയായി മാറുന്നുണ്ട് അല്ലേ? അധ്വാനിച്ച് നേടിയാലേ എന്തുള്ളൂ ഫലമുള്ളൂ എന്ന സൂചന ഉത്തരത്തിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിൻ്റെ പോയിന്റ് സെറ്റായി. കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ത് ചെയ്യുക മക്കൾ സെറ്റാക്കി വെച്ചേക്കുക. ഈവനിങ് 7 മണിക്ക് കൃത്യം എന്ത് ചെയ്യുക ലൈവ് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, താങ്ക് യു.